കോൺഗ്രസ് നേതാവിനെതിരെ കൂടി ഒരു ആരോപണം. അതെ ഞാൻ പറഞ്ഞു, ആർക്കെതിരെ വന്നാലും അതിനകത്ത് രാഷ്ട്രീയം നോക്കണ്ട. അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷം നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അത് SITക്ക് അധികാരമുണ്ടല്ലോ, അവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനു വേണ്ടിയല്ലേ. അപ്പോൾ അവർ അന്വേഷിക്കട്ടെ. ഇത് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞാണ് ഇത് ചെയ്യണമെന്ന് ഗവൺമെൻറ്റിനോട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളും വസ്തുതകളും കൂടി പരിശോധിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം എവർക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എങ്ങനെ വ്യക്തത വരും? സർക്കാരിന് തന്നെ വ്യക്തതയില്ലല്ലോ. മന്ത്രിമാർ തന്നെ തിരിച്ചും മറിച്ചും പറയുന്നു. കഴിഞ്ഞ ദിവസം നിയമമന്ത്രി പറഞ്ഞത് ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതിൽ പ്രത്യേകിച്ച് ശുപാർശകൾ ഉണ്ടായിരുന്നില്ല. ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി നടപടി എടുക്കണമെന്ന ശുപാർശകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, അവിടെ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്യപ്പെടുന്നുണ്ട്. ഒന്ന് പോസ്കോ കേസുകൾ, സ്ത്രീപീഡന കേസ്, ഇതെല്ലാം റിവീൽ ചെയ്യപ്പെട്ട കാര്യമാണ്. അങ്ങനെ റിവീൽ ചെയ്യപ്പെട്ടാൽ അത് നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ്. അന്വേഷിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. ആ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഈ ആരോപണം ഉയർന്നപ്പോൾ രഞ്ജിത്ത് മാറിയിരുന്നു, സിദ്ദിഖ് മാറിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസും പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു ഇത്ര ആളുകൾ മാറി നിൽക്കുന്നത്. ഒരു കോൺഗ്രസ് ലീഡറിനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും ശരി, അതിനകത്ത് രാഷ്ട്രീയമൊന്നും നോക്കണ്ട. ആര് തെറ്റ് ചെയ്താലും അതിനകത്ത് നടപടി ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ആവശ്യം. ഞാൻ പറഞ്ഞു ആരുടെ കാര്യം ഞാൻ വ്യക്തിപരമായി ഒരാളിനെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിന് അവർക്ക് അർഹപ്പെട്ട ശിക്ഷ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതാണ് അത് ഞാൻ പറഞ്ഞത്. അവർക്ക് അതുകൊണ്ട് അത് പരിശോധിച്ച് ഇപ്പോൾ ഏതായാലും കമ്മീഷൻ റിപ്പോർട്ട് വന്നല്ലോ, കമ്മീഷൻ വന്നല്ലോ, കമ്മിറ്റി SIT വന്നല്ലോ. SIT അന്വേഷിക്കട്ടെ. ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇത് അന്വേഷിക്കുന്നു, അന്വേഷണത്തിൽ തെളിയുകയാണെങ്കിൽ മാത്രം മാറി നിന്നാൽ മതി എന്നല്ലല്ലോ. അതൊക്കെ ഇപ്പോൾ രണ്ടുപേരും മാറി നിന്നല്ലോ. അപ്പോൾ അത് ശരിയാണോ എന്നുള്ളത് അവർക്ക് തന്നെ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടേണ്ടത് അത് അവരുടെ ധാർമ്മികതയാണ്. ഓരോരുത്തർക്കും ധാർമ്മികത വ്യത്യസ്തമാകും. അതുകൊണ്ടായിരിക്കും അവരെ ചെയ്യാത്തത്. ഓരോരുത്തർക്കും അവരുടെ ധാർമ്മികത അനുസരിച്ച് ചിന്തിച്ച് തീരുമാനം. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്.